സാധാരണഗതിയിൽ മറ്റൊരു രാജ്യത്തോട് യുദ്ധം ചെയ്യാൻ മടിക്കാത്ത രാജ്യങ്ങൾ പോലും ഇപ്പോൾ ഏറ്റവും അധികം മടിക്കുന്നത് അല്ലെങ്കിൽ ഭയക്കുന്നത് ഇന്ത്യ എന്ന ഒരു രാജ്യത്തോട് ചേർത്ത് നിൽക്കുക എന്നുള്ളതാണ്. ഇന്ത്യയോട് മത്സരിക്കാൻ പല രാജ്യങ്ങളും ഇന്ന് പിറകോട്ട് നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അത് നമ്മുടെ രാജ്യത്തിനുള്ള സൈനിക ശേഷിയും ആ സൈന്യത്തിന്റെ കൃത്യമായിട്ടുള്ള ഓരോ തീരുമാനങ്ങളും തന്നെയാണ്. ഇന്ത്യൻ സൈന്യത്തോടും ഇന്ത്യൻ സൈന്യത്തിന്റെ കൈവശമുള്ള ആയുധങ്ങളോടും ചെറുത്തു നിൽക്കാൻ തങ്ങൾക്ക് അത്ര ധൈര്യം പോരാ എന്നുള്ള രീതിയിൽ പലപ്പോഴും പല രാജ്യങ്ങളും മാറി നിൽക്കുന്നത് കാണാറുണ്ട്. ഇപ്പോഴിതാ ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിലൂടെ കൂടുതൽ ശക്തമായിട്ടുള്ള ഇന്ത്യൻ സൈനിക ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള നടപടികളുമായിട്ട് ഇന്ത്യ വീണ്ടും മുന്നോട്ട് വരികയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. നമുക്കറിയാം ഇന്ത്യയോട് അങ്ങനെ അത്ര വലിയ രാജ്യങ്ങളൊന്നും ചെറുത്ത് നിൽക്കാൻ ശ്രമിക്കാറില്ല എങ്കിൽ പോലും പാകിസ്ഥാൻ പോലുള്ള ചില തീവ്രവാദ സംഘടനകൾ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ചില രാജ്യങ്ങൾ ഇന്ത്യയെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇത്തരം രാജ്യങ്ങളെ കൂടുതൽ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം രാജ്യങ്ങളുടെ നീക്കങ്ങൾ കൂടുതൽ ശക്തമായിട്ട് നിരീക്ഷിക്കാൻ കെൽപ്പുള്ള ചില സംവിധാനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രതിരോധ രംഗം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് പുതിയൊരു തന്ത്രം കൂടെ ഇന്ത്യ പ്രയോഗിക്കുകയാണ്. രാജ്യത്തിന്റെ സുരക്ഷാ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ടുള്ള 52 ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണമാണ് അതിൽ പ്രധാനപ്പെട്ട ആയുധമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ 52 ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണം ഉടൻ തന്നെ പൂർത്തിയാകും എന്നുള്ള തരത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി പുറത്തുവിടുന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അയൽ രാജ്യങ്ങളിൽ കൂടുതൽ ആഴത്തിൽ നിരന്തര നിരീക്ഷണം നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ 52 ഉപഗ്രഹങ്ങൾ ഇന്ത്യ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ട്. 2029 മുമ്പ് തന്നെ ഇത്തരത്തിൽ 52 വിക്ഷേപണങ്ങളും പൂർത്തിയാകും എന്നാണ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. വേണ്ടിയുള്ള നടപടികളൊക്കെ ഇപ്പോൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. 26,968 കോടി രൂപയുടെ സ്പേസ് ബേസ് സർവെയിലൻസ് പ്രോഗ്രാമിന്റെ 3ാം ഘട്ടത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സുരക്ഷാകാര്യ ക്യാബിനറ്റ് കമ്മിറ്റി കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അനുമതി നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് 52 പ്രതിരോധ ഉപഗ്രഹങ്ങൾ കൂടെ തയ്യാറാകുന്നു എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. ഇതിൽ 21 ISRO തന്നെ നിർമ്മിച്ച് വിക്ഷേപിക്കുന്നതായിരിക്കും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. 31 3 ഇന്ത്യൻ സ്വകാര്യ കമ്പനികളായിരിക്കും നിർമ്മിക്കുക. പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഇന്റർഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫിന് അതായത് IDS അതിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഡിഫൻസ് സ്പേസ് ഏജൻസിയാണ് ഇതിനൊക്കെ നേതൃത്വം നൽകി വരുന്നതെന്നാണ് വിവരം. ചൈന പാകിസ്ഥാൻ അതിർത്തികളിലും ഇന്ത്യൻ മഹാസമുദ്ര മേഖലകളിലും ബഹിരാകാശ സുരക്ഷാ നിരീക്ഷണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ 52 പ്രതിരോധ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ പ്രധാനമായിട്ട് പങ്കുവഹിക്കുക എന്നുള്ളതാണ് വിവരം. ചൈനയുടെയും പാകിസ്ഥാന്റെയും ഭൂപ്രദേശങ്ങളിൽ വലിയൊരു പങ്കും ഇന്ത്യൻ സമുദ്ര മേഖലയിലും നിരീക്ഷണ പരിധി കൊണ്ടുവരിക എന്നതാണ് ഇതുകൊണ്ട് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണങ്ങൾക്ക് പിന്നാലെ മെയ് 7 മുതൽ 10 വരെ പാകിസ്ഥാനുമായി നടന്ന അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിന് കാർട്ടോസ്റ്റാറ്റ് പോലുള്ള തദ്ദേശീയ ഉപഗ്രഹങ്ങളും വിദേശ ഉപഗ്രഹങ്ങളും ശത്രു സൈന്യത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി ഇന്ത്യക്ക് സഹായകരമായത് നമ്മൾ കണ്ടു. അത്തരം സഹായമാകുന്ന ഉപഗ്രഹങ്ങളാണ് ഇനി ഉടൻ തന്നെ ബാക്കി 52 എന്നുള്ള രീതിയിലേക്ക് നിക്ഷേപിക്കാൻ പോകുന്നതെന്നാണ് വിവരം. ആക്രമണങ്ങൾ നടത്തിയതിന്റെ ആധികാരികത ലോകത്തിന് മുന്നിൽ ഉറപ്പാക്കാൻ ഇന്ത്യക്ക് ഇത്തരം ഉപഗ്രഹ ചിത്രങ്ങൾ സഹായകരമായിട്ടുണ്ട്. ഇനി അതും കൂടുതൽ സഹായമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് രാജ്യം. ചുരുക്കത്തിൽ മറ്റു രാജ്യത്തെക്കാൾ കൂടുതൽ ശക്തമായിട്ടുള്ള മറ്റു രാജ്യങ്ങൾക്ക് ചെറുക്കാൻ പേടി സ്വപ്നമായി മാറുന്ന ഒരു രാജ്യമായി കൊണ്ട് ഇന്ത്യ മാറുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ ശക്തമായിട്ടുള്ള സൈനിക ശേഷിയെ കുറിച്ച് നമുക്കൊക്കെ അറിയാം. ആഗോളതലത്തിൽ തന്നെ ഏറ്റവും മികച്ച 5 സൈനിക ശക്തികളിൽ ഒരു രാജ്യമായിട്ട് ഇന്ത്യയുടെ സൈനിക ശേഷി മാറിയിട്ടുണ്ട്. സ്ഥിരമായിട്ട് ഇന്ത്യ ഈ സ്ഥാനം നിലനിർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. ഇത് ഒരു പുതിയ കാര്യമല്ല. കുറഞ്ഞത് 10 വർഷത്തോളമായിട്ട് ഇന്ത്യ മികച്ച 10 സൈനിക ശക്തികളിൽ ഒന്നായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. സൈനിക ശക്തിക്ക് പുറമെ ഇന്ത്യയുടെ വലിയ ജനസംഖ്യ, ശക്തമായ സാമ്പത്തിക സ്ഥിതി, ഒരു പ്രധാന കൽക്കരി ഉൽപാദക രാജ്യം എന്ന പദവി എന്നിവയും ആഗോളതലത്തിൽ ഇന്ത്യയുടെ ഗണ്യമായ സ്വാധീനത്തിന് കാരണമായി
കാരണമാകുന്നു എന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. കൂടാതെ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെച്ചിട്ടില്ലാത്ത ഒരു ആണവ ശക്തിയാണ് ഇന്ത്യ എന്നതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എന്തായാലും ഇന്ത്യൻ സൈന്യത്തിന്, ഇന്ത്യൻ സൈനിക ശേഷിക്ക് ഒരു ഏറ്റവും വലിയ പ്രചോദനമാകുന്ന, ഏറ്റവും വലിയ സഹായമാകുന്ന ഉപഗ്രഹ സംവിധാനങ്ങൾ അത് കൂടുതൽ വിപുലീകരിക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്.